ഡി സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാവേളയിൽ വന്ദേമാതരം ചൊല്ലിയതിനെ വിമർശിക്കുകയാണ് CPM നേതാവായ MLA മുഹമ്മദ് റിയാസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളുടെ വികാരങ്ങൾക്കെതിരാണ്, അത് പൂർണ്ണമായും ചൊല്ലാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുകയാണ് യുക്തിവാദിയായ KA നസീർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനെ തികച്ചും ദേശഭക്തി ഗാനമായി കണ്ടാൽ മതി, അതിലെ മതപരമായ ആംഗിളുകളൊക്കെ ദേശഭക്തിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മതപരമായ കാര്യങ്ങളിലുള്ള ഒരു ഉപമയൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. 1896 കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ചതോടുകൂടി ശ്രദ്ധയാകർഷിക്കപ്പെട്ട ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മനുഷ്യർക്ക് വീറും വീര്യവും ആവേശവും പകർന്ന ഗാനം തന്നെയായിരുന്നു ഇത്. എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്മാവുമായി ചേർന്ന് നിന്ന ഗാനമാണ് വന്ദേമാതരം എന്നത് നിസ്തർക്കമായ കാര്യമാണ്. 1905 കഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ വിഭജനത്തിനെതിരായ ബാരിസാലിൽ നടന്ന പ്രക്ഷോഭത്തിൽ 10,000-കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് വന്ദേമാതരം പാടിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മാർച്ച് ചെയ്തത്. പിന്നീട് 1930കളിലാണ് ജിന്നയും ജിന്നയുടെ ലീഗുമൊക്കെ ഇതിലെ മതപരമായ വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഉന്നയിക്കുന്നതും കോൺഗ്രസ് അനുരഞ്ജനത്തിന്റെ ഭാഗമായി ആദ്യ ഭാഗം മാത്രം സ്വീകരിക്കുന്നതും. വാസ്തവത്തിൽ വന്ദേമാതരം എന്ന ഗാനം ഒരു മതപരമായ ഗാനമോ പ്രാർത്ഥനയോ അല്ല. അത് അടിമുടി സ്വന്തം ദേശത്തോടുള്ള അഭിനിവേശത്തെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അതിലെ 5ാം ഖണ്ഡത്തിലെ ത്വം ഹി ദുർഗ ദശപ്രഹരണ ധാരിണീം കമലദള വിഹാരിണീം വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അമലാം അതുലാം സുജലാം സുബലാം മാതരം. അർത്ഥം: 10 ആയുധങ്ങൾ ധരിച്ച ദുർഗ നീ തന്നെ, താമര ഇതളിൽ വസിക്കുന്ന ലക്ഷ്മി നീ തന്നെ, വിദ്യ നൽകുന്ന സരസ്വതി നീ തന്നെ, നിന്നെ ഞാൻ നമിക്കുന്നു, നിർമ്മലയും അതുല്യയുമായ ലക്ഷ്മിയെ നമിക്കുന്നു, നല്ല ജലവും ഫലവുമുള്ള അമ്മയെ നിന്നെ ഞാൻ വണങ്ങുന്നു. ഈ ഭാഗത്തോടാണ് പ്രധാനമായും വിയോജിപ്പുകൾ ഉയർന്നത്. എന്നാൽ ഈ ഗാനം മൊത്തത്തിൽ പ്രകീർത്തിക്കുന്നത് ഏതെങ്കിലും മതത്തെയോ മതത്തിലെ ദൈവങ്ങളെയോ അല്ല. ഇന്ത്യ എന്ന രാജ്യത്തെ മാതാവായി സങ്കല്പിച്ച് ആ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവുമാണ് പ്രകടിപ്പിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ആഴവും പരപ്പും വ്യക്തമാക്കാൻ ഉപയോഗിച്ച ഉപമകളും രൂപകങ്ങളും അലങ്കാരങ്ങളുമാണ് ഈ വരികളിലെ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ. ഇത് ആ ദൈവസങ്കല്പങ്ങളെ ആരാധിക്കലല്ല, അവരോളം മഹത്വം തൻ്റെ ദേശത്തിനുണ്ട് എന്ന് വർണ്ണിക്കലാണ്. താൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന വികാരത്തെ പരിപൂർണതയിലെത്തിക്കാൻ ഏത് സാഹിത്യകാരനും ഉപയോഗിക്കുന്ന വർണ്ണനാപരമായ അടയാളങ്ങളാണ്. ആ വർണ്ണനകൾക്ക് വ്യക്തികളുടെയും ദേശത്തിൻ്റെയും സംസ്കൃതിയുടെയും സ്വഭാവം ഉണ്ടാകുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ഉദാഹരണമായി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിൽ ഗുൽഷൻ ഹേ ജീൻ കെ തം സെ റഷ്ക് ഏ ജീനോം ഹമാര എന്നൊരു വരിയുണ്ട്. ഇന്ത്യ സ്വർഗത്തേക്കാൾ മനോഹരമാണ് എന്നാണ് ഇതിനർത്ഥം. സ്വർഗസങ്കല്പം സെമിറ്റിക് മതങ്ങളുടേതാണ്. ആ വർണ്ണന എനിക്ക് പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കവിതകളിലും ഗാനങ്ങളിലും കഥകളിലുമൊക്കെ കാണുന്ന ഇത്തരം ഉപമകളും രൂപകങ്ങളും അലങ്കാരങ്ങളുമൊക്കെ കീറിമുറിച്ച് പരിശോധിച്ച് സ്വന്തം മതവിശ്വാസത്തിൻ്റെ ഉരകല്ലിൽ ഉരച്ച് തീർച്ചപ്പെടുത്തിയതിന് ശേഷമൊക്കെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എത്രമേൽ വരണ്ടൊരു മാനസികാവസ്ഥയാണത്. ജനഗണമനയും വന്ദേമാതരവും സാരേ ജഹാം സെ അച്ഛയുമൊക്കെ സൃഷ്ടിക്കുന്ന ദേശീയ ഐക്യബോധത്തെ ഉൾക്കൊള്ളേണ്ടതിന് പകരം ഉപമയും ഉൽപ്രേക്ഷയുമൊക്കെ മതകണ്ണടയിലൂടെ വിശകലനം ചെയ്യാൻ നടക്കുന്നത് മരം തിരഞ്ഞ് കാട് കാണാതാകുന്ന അന്ധതയാണ്. ഈ ഗീതങ്ങളൊക്കെ ആദരിക്കുക എന്നതിനർത്ഥം നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ചോര ചിന്തിയ മനുഷ്യരെ ആദരിക്കുക എന്നതുകൂടിയാണ്. ഇതൊന്നും ആരുടെയും മതവിശ്വാസത്തെ റദ്ദ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ജിന്നയുടെ ലീഗിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. സങ്കുചിത മനോഭാവത്തിന് അപ്പുറത്ത് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകമാണ് കാലം ആവശ്യപ്പെടുന്നത്.